വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് 10 വോട്ട് ലക്ഷ്യമിട്ട് ഇടതു സർക്കാർ, പിണറായി സർക്കാർ നടത്തിയതാണ് ആഗോള അയ്യപ്പ നിക്ഷേപക സംഗമം. പമ്പയിൽ കുറെ അയ്യപ്പ ഭക്തന്മാരെ വിളിച്ചു വരുത്തി ആർഭാട രീതിയിൽ സർക്കാർ ഖജനാവിലെ കോടിക്കണക്കിന് രൂപ, പ്രാഥമികമായ കണക്ക് പ്രകാരം 7 മുതൽ 10 കോടി വരെ ചെലവഴിച്ചു എന്നാണ്. അങ്ങനെ വലിയ തുക ചെലവഴിച്ചുകൊണ്ട് AC പന്തലിൽ വിദേശത്തു നിന്നടക്കമുള്ള VVIPകളെ വിളിച്ചു വരുത്തി അവരിൽ നിന്ന് പണം പിരിക്കാമെന്നൊക്കെ വ്യാമോഹത്തോടു കൂടി നടത്തിയ ഒരു ആഗോള അയ്യപ്പ നിക്ഷേപക സംഘം. പക്ഷേ അതിപ്പോൾ പിണറായി സർക്കാരിന് പുലിവാലായിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഒരു പരിധിവരെ ശബരിമലയിലെ വിവാദങ്ങൾ ജനങ്ങൾ മറന്നു തുടങ്ങിയിരിക്കുകയായിരുന്നു. വീണ്ടും ശബരിമലയിലെ യുവതീ പ്രവേശവും അതുമായി ബന്ധപ്പെട്ട വലിയ പ്രക്ഷോഭങ്ങളും അതുപോലെ ബന്ധപ്പെട്ട നാമജപ ഘോഷയാത്രയും അതിൽ ജനങ്ങളെയും ഭക്തരെയും ആക്രമിച്ചതുമെല്ലാം വീണ്ടും സജീവമായ ചർച്ചയായി മാറിയിരിക്കുന്നു. ഇതിന് നന്ദി പറയേണ്ടത് പിണറായി വിജയനോട് തന്നെയാണ്. ഇപ്പോൾ ഇതാ ഏറ്റവും വലിയൊരു പ്രഖ്യാപനം കേന്ദ്ര മന്ത്രി സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നു. അതായത് ശബരിമലയെ കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കും.